ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ദീപ ശർമ്മ. എല്ലാവർക്കും എൻ്റെ അടിപൊളി ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു ചെറിയ ഇൻസ്റ്റൻറ്റ് അച്ചാർ എന്നാണ് ഇന്ന് പറയുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, ഹസ്ബൻഡ് അമ്മ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. മമ്മി ഹായ് പോലു. ഹായ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറെന്ന് വെച്ചാൽ അതിനകത്തെല്ലാം മിക്സാണ്. ഇതെന്തെന്ന് വെച്ചാൽ തണുപ്പ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഏറ്റവും ആദ്യം നല്ല എരിവുള്ള മുളക് വേണം. അല്ലാത്ത മുളകാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ നാരങ്ങ, വലിയ നാരങ്ങ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല, ആ നാരങ്ങ. പിന്നെ അതുപോലെ ഇതാണ് ക്യാരറ്റ്. പിന്നെ ഇതാണ് ഇഞ്ചി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇഞ്ചി. പിന്നെ അതുപോലെ ഇവിടെ ആണെങ്കിൽ വെളുത്ത ഇഞ്ചിയല്ല, സോറി, ഇതാണ് മഞ്ഞൾ. ഇത് മഞ്ഞളാണ്, ഇത് വെളുത്ത മഞ്ഞളാണ്. ഓക്കെ, 2 ടൈപ്പ് മഞ്ഞൾ ഇവിടെ കിട്ടും. അപ്പം നമ്മുടെ അടുത്ത് ഏത് അവൈലബിൾ ആണെന്ന് വെച്ചാൽ അത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാം ചെറുതായിട്ട് അരിയണം. അപ്പം ഇതാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഇതിനെ കാണിച്ചു തരാം ഞാൻ. हेलो फ्रेंड्स, मैं आज आपको ठंडियों के सीज़न में बनने वाला अचार के बारे में बताऊंगी। तो मैंने हरी मिर्ची लिया आधा केजी, उसको धो के उसका पानी पूरा सुखा के उसके बाद उसके 2 पीस में कटिंग किया है। बीच में से पहले उसको कटिंग करके फिर उसको टुकड़ों में बांट लो। और उसके साथ में मैं डाल रही हूँ गाजर। ये देखिए, ये गाजर है। गाजर को छिल के, धो के, पोंछ के, ड्राई करने के बाद ही उसको कटिंग करें। पानी रहेगा तो अचार ख़राब होने की संभावना है। और ये है कच्ची हल्दी, इसे भी इसी के अंदर कटिंग करके डाला जाता है। और ये आंबा हरदर है, ये भी हल्दी का ही एक रूप है। और ये है कच्ची हल्दी। देखिए फ्रेंड्स, ये कच्ची हल्दी। और इसको ऐसे ऐसे थोड़े बड़े बड़े टुकड़ों में, क्योंकि किसी को अगर 1 पीस खाना है तो वो 1 पीस ही ले सकता है, और ज़्यादा चाहिए तो अपने हिसाब से। बाकी ये अचार बहुत टेस्टी बनता है। और इसको आज मैंने बनाया तो इसको आप कल खा सकते हो। इसके लिए वेट करने की ज़रूरत नहीं पड़ती है। ये देखिए, अब ये वाइट वाला है, ये भी हल्दी ही है। ये भी हेल्थ के लिए बहुत अच्छी होती है, इसलिए इसको ठंडियों में खाया जाता है। ये देखिए, इसको भी ऐसे छोटे टुकड़े कर दो। ये देखिए, इस तरह से इसको कटिंग करके बनाते हैं। അപ്പം നമ്മളിത് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാരങ്ങ നല്ലതായിട്ട് പിഴിയണം. നാരങ്ങ നല്ലതായിട്ട് പിഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കി വരുന്ന നാരങ്ങയുടെ സത്ത് അതിനകത്ത് തന്നെ ഇട്ടേക്കണം. അപ്പോൾ അതാണെങ്കിൽ തന്നെത്താനും മെൽറ്റ് ആയിക്കോളും, അച്ചാറിനകത്ത് കിടന്നിട്ട്. ഓക്കെ, എന്നിട്ട് ഇതെന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നാളെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഇതിനകത്ത് വേറെ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാവുന്നതാണ്. ഇപ്പം കുറച്ച് ഉപ്പാണെങ്കിൽ അതിനകത്ത് കുറച്ചിടണം. ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് ഞാൻ കാണിച്ചു തരാം. കൂടുതലില്ല, വരെ 2 ചേരുവ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ആവശ്യത്തിന് എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ, ഇപ്പോൾ അച്ചാറിന് എത്ര ഉപ്പാണ് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ച് നമ്മുടെ അളവനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. ഏത് ഉപ്പ് വേണമെങ്കിലും ഇടാം. നമ്മുടെ വൈറ്റ് ഉപ്പ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതാണ്. ഇതിന് പറയുന്നതാണ്, ഹിന്ദിയിൽ പറയുന്നതാണ് പീലി സർസോ എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ കടുകില്ലേ, മഞ്ഞക്കടുക്, അതാണിത്. ഓക്കെ, ഇത് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം ഇത് മാത്രം ഇട്ടാൽ മതി. ഇത് രണ്ടും ഇട്ടിട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, നല്ലതായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ ആണെങ്കിൽ ഒരു ഭരണിക്കകത്തോ ഒരു ബോട്ടിലിനകത്തോ ഏതിനകത്താണ് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ട് വെക്കാം. കുപ്പിക്കകത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഫ്രിഡ്ജിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യമില്ല, നമുക്ക് എവിടെ സ്റ്റോർ ചെയ്താലും വെക്കാവുന്നതാണ്. പിന്നെ തിരിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്പൂൺ ഇട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി, അപ്പോൾ അത് കേടാവത്തില്ല. ഓക്കെ, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ, അങ്ങനെ തന്നെ. അപ്പം ഞങ്ങളിത് മിക്കവാറും തണുപ്പത്താണ് ഉണ്ടാക്കാറുള്ളത്. ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കുന്നതാണ്. അത് ആഹാരത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻറ്റ് അച്ചാർ എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റ് മുളക് അച്ചാറാണ്. ഓക്കെ ഓക്കെ ശരി. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഇനി വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഇത് അമ്മ നല്ലതായിട്ട് കുഴച്ച് കൊടുക്കുവാണ്. കുഴച്ച് കഴിഞ്ഞു. ഇനി ഇത് ബോട്ടിലിനകത്ത് ഇട്ട് വെക്കുന്നതായിരിക്കും. ഓക്കെ, ശരി. ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ എല്ലാം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. മസാല നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇതിന് മേളിൽ ഇച്ചിരി വിനീഗർ ഒഴിക്കാം. വിനീഗർ ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറേ നാളത് സ്റ്റോറായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഈ വിനീഗർ ഒഴിക്കുന്നത്.
ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒഴിക്കുകയാണെങ്കിൽ കുറേ നാൾ സ്റ്റോർ ആക്കി നമുക്ക് വെക്കാം. അങ്ങനെയാണ്. എന്നിട്ട് കുറച്ച് പുളി, ഏറെ പുളിയും കൂടെ ആവും. ഓക്കെ. പിന്നെ ഒരു കാര്യം, നാരങ്ങ അച്ചാർ ഇടുമ്പോൾ നാരങ്ങ ഇന്നത്തെ പുളിയുള്ള നാരങ്ങ വേണം, നല്ല പുളിയുള്ള നാരങ്ങ. അപ്പോൾ അത് നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ നമുക്കാണെങ്കിൽ ഇതിപ്പം നല്ലതായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് അമ്മ. നല്ലതായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ഭരണി. ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഭരണി ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിപ്പോൾ അമ്മ കാണിക്കുന്നതായിരിക്കും അതിനകത്തോട്ട് ഇടുന്നത്. ഇത് നോക്കിക്കൊള്ളു, ഇതിപ്പോൾ സ്റ്റോർ ചെയ്യുവാണ് അതിനകത്ത്. കണ്ടോ ഇങ്ങനെ. ഇതിനകത്താവുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. നമ്മുടെ കൈയൊന്നും അങ്ങനെ നനഞ്ഞ കൈയൊന്നും തൊടാതിരിക്കുകയാണെങ്കിൽ, സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് സ്റ്റോർ ആയിരിക്കും. നമുക്ക് ആവശ്യത്തിന് വേണ്ടത് കഴിച്ചിട്ട് ആവശ്യത്തിന് ഇത് അടച്ചു വെക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം ഞാനാണെങ്കിൽ ഈ നമുക്കാണെങ്കിൽ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഇതിനെപ്പോലെ കമൻറ്റും ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് कैसा लगा आपको, ज़रूर बनाना, खाना इसको, आपको बहुत अच्छा लगेगा, टेस्टी। और चैनल को लाइक करना, सब्सक्राइब करना प्लीज़. അപ്പം ബെൽ ബട്ടണിന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഇനിയും നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും വേറെ റെസിപ്പി വല്ല അച്ചാറിൻ്റെ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചോളാം, കുഴപ്പമില്ല, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, ബൈ.